ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. PV അൻവർ MLA ആരോപണങ്ങളിൽ സർക്കാരിന്റെ നിലപാട് മയപ്പെടുത്തൽ, ഇതുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ ഇന്നും ഉണ്ടാകും. പ്രതിപക്ഷം വീണുകിട്ടിയ ഒരു രാഷ്ട്രീയ ആയുധമായി ഇത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. MR അജിത് കുമാറിനെ മാറ്റിയാൽ P ശശിയും തെറിക്കുമെന്ന വിലയിരുത്തലിലാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് കരുതപ്പെടുന്നത്. ഇതടക്കമുള്ള വാർത്തകളുണ്ട്. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. PV അൻവർ MLA ആരോപണങ്ങളിൽ MR അജിത് കുമാറിനെ സംരക്ഷിച്ച അന്വേഷണത്തിന് സർക്കാർ തീരുമാനം. ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് അന്വേഷണം നടത്തുമെങ്കിലും അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റില്ല. പത്തനംതിട്ട SP S സുജിത്ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം ചുമതല മാറ്റത്തിൽ ഒതുക്കി. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചെങ്കിലും സമ്മർദ്ദങ്ങളിൽ സർക്കാർ പിൻവലിഞ്ഞു. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരിട്ടാകും അന്വേഷണം നടത്തുക. IG സ്പർജൻ കുമാർ, DIG തോംസൺ ജോസ്, SP-മാരായ S മധുസൂദനൻ, A ഷാനവാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് ആരോപണങ്ങൾ അന്വേഷിക്കുക. ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെയാണ് ഉന്നതതല സംഘം അന്വേഷണം നടത്തുക. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും സ്ഥാനത്തുനിന്ന് മാറ്റില്ല. MR അജിത് കുമാറിനെ സ്ഥാനത്തുനിന്ന് മാറ്റിയാൽ P ശശിയെയും മാറ്റേണ്ടി വരുമെന്നതാണ് ഇരുവരെയും നിലനിർത്തിക്കൊണ്ട് അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിനു പിന്നിൽ. മുഖ്യമന്ത്രി ഇടപെട്ടാണ് നടപടി മയപ്പെടുത്തിയതിനു പിന്നിലെന്നും സൂചനയുണ്ട്. PV അൻവറുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പത്തനംതിട്ട SP സുജിത്ദാസിനെ സ്ഥാനത്തുനിന്നും മാറ്റിയിട്ടുണ്ട്. പുതിയ ചുമതല നൽകിയിട്ടുമില്ല. സുജിത്ദാസിനോട് പോലീസ് മേധാവിക്ക് മുന്നിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സസ്പെൻഷനു മുൻപേയുള്ള നടപടിയെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. ലൈംഗിക പീഡന കേസിൽ നടനും MLA-യുമായ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്നും വാദം തുടരും. മുകേഷിനൊപ്പം മണിയൻപിള്ള രാജു, ഇടവേള ബാബു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളും കോടതി പരിഗണിക്കുന്നുണ്ട്. മുകേഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണമെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നും പോലീസ് ഇന്നലെ കോടതിയെ അറിയിച്ചിരുന്നു. ചില ഡിജിറ്റൽ തെളിവുകൾ മുകേഷ് മുദ്രവച്ച കവറിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലെടുത്ത കേസിൽ മുൻകൂർ ജാമ്യം തേടിയാണ് 4 ഹർജികളും. മറ്റൊരു കേസിൽ നടൻ സിദ്ദിഖ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയും പരിഗണിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രഖ്യാപിച്ച സിനിമാ കോൺക്ലേവിൽ അനിശ്ചിതത്വം തുടരുന്നു. ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പ് താളില്ലാത്തതാണ് പ്രശ്നം. സിനിമാ നയരൂപീകരണ ചർച്ചയും മുന്നോട്ടു പോയിട്ടില്ല. സിനിമാ നയരൂപീകരണ സമിതി പുനഃസംഘടിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. അതിനാൽ നിലവിലെ സമിതി യോഗം ചേരുകയോ മറ്റു നടപടികൾ എടുക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നയരൂപീകരണ സമിതി പുനഃസംഘടിപ്പിക്കാത്തതിനാൽ ഗുരുതര പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാനുള്ള ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്നും തുടരും. 3 ദിവസമാണ് ചർച്ച. ഫെഫ്കയിലെ വിവിധ യൂണിയനുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് വിശകലന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൗനം തുടരുന്നതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സമഗ്ര ചർച്ച നടത്തുന്നത്. ചർച്ച നാളെ അവസാനിക്കും. ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ മാതാവും ആൺസുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണ സംഘം ഇന്ന് തെളിവ് ശേഖരണം നടത്തും. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. ആൺസുഹൃത്ത് രതീഷിന്റെ വീട്ടിലെ ശുചിമുറിയിൽ ഒളിപ്പിച്ച മൃതദേഹം ആദ്യം മറവ് ചെയ്ത സ്ഥലത്തും അന്വേഷണ സംഘം പരിശോധന നടത്തും. കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കിഴക്കൻ വിദർഭയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദം അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറുമെന്നും ഇത് കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. അടുത്ത 7 ദിവസം വ്യാപകമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതിനിടെ വടക്കുപടിഞ്ഞാറൻ അറബിക്കടലിലെ അസ്ന ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് നിയമസഹായം നൽകാൻ വയനാട് ജില്ലാ സേവന അതോറിറ്റിയുടെ മൊബൈൽ സേവാ കേന്ദ്രം. ദുരന്തബാധിതർ നേരിടുന്ന നിയമപരമായ പ്രയാസങ്ങൾ മുതിർന്ന അഭിഭാഷകരോട് വീഡിയോ കോൺഫറൻസിലൂടെ പങ്കുവയ്ക്കും. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാക്കിയ നടുക്കത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കയറുമ്പോൾ നേരിടേണ്ട പ്രതിസന്ധികൾ ദുരന്തബാധിതരെ സംബന്ധിച്ച് നിരവധിയാണ്. രേഖകൾ ഉണ്ടാക്കുന്നതിലെ തടസ്സങ്ങൾ, ലോണുകൾ, ഫോമുകൾ പൂരിപ്പിക്കുന്നത് എന്നിവയെല്ലാം അതിൽപ്പെടുന്നു. ഇതിനെല്ലാമായി സഹായഹസ്തം നീട്ടുകയാണ് വയനാട് ജില്ലാ സേവന അതോറിറ്റി.
ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മുതിർന്ന അഭിഭാഷകരോടടക്കം ദുരന്തബാധിതർക്ക് അവരുടെ പ്രയാസങ്ങൾ പറയാം. ഉപദേശങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും കൃത്യമായി ലഭിക്കും. ഈ സഹായമാണ് മൊബൈൽ സേവാ കേന്ദ്രത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ളവർ, അതുപോലെ പരിക്ക് പറ്റിയവർ, വസ്തു നഷ്ടപ്പെട്ടവർ, കന്നുകാലി നഷ്ടപ്പെട്ടവർ, ഇവർക്കെല്ലാം ഒരുപാട് നിയമപ്രശ്നങ്ങൾ അവർക്കുണ്ട്. അവർക്ക് രേഖകൾ കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം, അവർക്ക് ധനസഹായം കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം, അവർക്ക് വ്യവഹാരങ്ങൾ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനെല്ലാം വേണ്ട നിയമസഹായം നമുക്ക് ഈ വീഡിയോ കോൺഫറൻസിംഗ് ഫെസിലിറ്റി വഴി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരുടെ സേവനം ഈ വീഡിയോ കോൺഫറൻസിംഗ് ഫെസിലിറ്റി വഴി പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് നമ്മൾ നൽകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികളെ ദത്തെടുക്കാൻ താല്പര്യപ്പെട്ട് നിരവധി പേർ എത്തുന്നുണ്ട്. അതിലെ നിയമപരമായ കാര്യങ്ങളും അറിയാം. ഏത് രീതിയിലാണ് ഒരു ലീഗൽ അഡോപ്ഷൻ പോസിബിൾ ആവുക എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് അറിഞ്ഞോളമില്ല. അതിന് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് എങ്ങനെ അത് എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ ആ നിയമവശങ്ങൾ അറിഞ്ഞിരിക്കുന്ന അഡ്വക്കേറ്റ്സിന് അത് സഹായിക്കാനാവും. സ്ഥിരമായി മേപ്പാടി പഞ്ചായത്തിനോട് ചേർന്നും നിയമസേവന ക്ലിനിക്ക് പ്രവർത്തിക്കും. 24 വയനാട്. കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട ചൂരൽമലയിലെ വെള്ളാർമല സ്കൂളിൽ ഇന്നു മുതൽ അധ്യയനം പുനരാരംഭിക്കും. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ സ്കൂൾ ലീഡർ ആദിത്യയും കൂട്ടുകാരി ഹസ്ബിയും മനോവിഷമത്തിലാണ്. കാരണം ഉരുൾപൊട്ടലിൽ അവർക്ക് നഷ്ടമായത് അവരുടെ 2 കൂട്ടുകാരെയാണ്. അവരില്ലാതെയാണ് പഠനം പുനരാരംഭിക്കുന്നത്. ഞങ്ങൾ 29-ാം തീയതിയാണ് ഏറ്റവും അവസാനം സ്കൂളിലേക്ക് പോയത്. അന്ന് ഭയങ്കര മഴയായിരുന്നു, നല്ല മഴ. ഞങ്ങൾ നന്നായിട്ട് വെള്ളത്തിലൊക്കെ കളിച്ചിട്ടായിരുന്നു അന്ന് പോയത്. ഈ കുടയൊന്നും എടുക്കാതെ റോട്ടിൽ കൂടെയൊക്കെ ഓടിക്കളിച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോയത്. മരിച്ച സഹലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തിങ്കളാഴ്ച സ്കൂളിലേക്ക് പോകുന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു അന്ന് പോയതും. പിറ്റേ ദിവസം പരീക്ഷ എടുക്കാൻ പറഞ്ഞെന്ന് ഈ വൈകുന്നേരം ഉരുൾ പൊട്ടുകയും ചെയ്ത്. ആദ്യം മുഹമ്മദ് ഹാനി മറ്റൊരു ചെക്ക ഉണ്ടായിരുന്നു. ഓനെ കുറേ വിളിച്ചു നോക്കി, അപ്പോൾ കോളൊന്നും കിട്ടുന്നില്ല. ഓൻ്റെ ഫാമിലി കുറേ ആൾക്കാർ പോയി, ഇനി വല്യമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ സഹലിനെ കുറേ ട്രൈ ചെയ്ത്, ഓനെയും വിളിച്ചിട്ടൊന്നും ഒരു വിവരവും ഇല്ല. ഓൻ്റെ കുടുംബക്കാരുടെ ഒന്നും ഒരു വിവരം അറിയില്ല. ഓനങ്ങനെ വിളിച്ചപ്പോൾ എടുത്തതൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഈ അടുത്ത് സ്കൂളൊന്ന് കാണാൻ പോയിരുന്നു. അപ്പോൾ പോയപ്പോൾ ഫുള്ളും മണ്ണൊക്കെ കയറി ഫുള്ളും അടഞ്ഞ് കിടക്കുക. ആദ്യം എന്ന് പറഞ്ഞാൽ പുഴയും ഗ്രൗണ്ടും ഒക്കെ ഉള്ള മനോഹരമായൊരു സ്കൂളായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പുഴയും എല്ലാം പോയി. സ്കൂളെ പറ്റ മാറിപ്പോയി. ഞങ്ങളെ പുതിയ ഹാള് എല്ലാം പോയി. നമുക്ക് കാണുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ആക്കാൻ പറ്റണില്ല. അത് ഇങ്ങനെ ആയി, ഉരുളുപൊട്ടി വന്നു, ഇത്ര ആൾ പോയി, നമ്മളെ സ്കൂള് മനോഹരമായ സ്കൂൾ ഇങ്ങനെ ആയെന്ന് നമുക്ക് ഒരിക്കലും നമുക്കത് പറ്റുന്നില്ല. അക്സെപ്റ്റ് ആക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഇന്നു മുതൽ പഠനം സജീവമാവുകയാണ്. പക്ഷേ ഇക്കഴിഞ്ഞ നാളത്രയും ഇവർക്കൊപ്പമുണ്ടായിരുന്ന 2 പേർ ഇന്നീ ക്ലാസ് മുറിയിലില്ല. കാൽപന്ത് കളിയെ ഏറെ സ്നേഹിക്കുന്ന മുഹമ്മദ് സഹലും ക്വിസ് മത്സരങ്ങളിലെ താരം അശ്വിനും. ഉരുള് പൊട്ടിയത് എൻ്റെ പോരൻ്റെ കുറച്ച് അപ്പുറത്തു നിന്നാണ്. സൗണ്ട് കേൾക്കാം. ഫസ്റ്റ് പൊട്ടൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അയൽവാസികളൊക്കെ ഞങ്ങളെ പുരയിൽ കൂടി വന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞേ. രണ്ടാമത്തെ പൊട്ട് ഞങ്ങളെ പുരയിലുണ്ട്. നല്ല സൗണ്ടാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളെ മേലത്തെ പുരയിൽ കയറി. എന്നിട്ടാണ് എനിക്ക് ഫോണൊന്ന് മര്യാദ കിട്ടിയത്. അപ്പോഴാണ് ഫോൺ എടുത്ത് വിളിച്ചു നോക്കി. ഞാൻ ഫസ്റ്റ് വിളിച്ചത് സഹലിനെ വിളിച്ചിട്ട് എടുക്കണമെന്നല്ല. പിന്നെ അശ്വിൻ്റെ നമ്പർ എൻ്റെ അടുത്തില്ല. ഓന് അങ്ങനെ
വലിയ കോണ്ടാക്റ്റ് ഇല്ലാത്ത ടൈപ്പായിരുന്നു. ഇപ്പോൾ റിതൻ്റെ വീടിൻ്റെ താഴെക്കൂടെ ഈ ഉരുള് പൊട്ടിപ്പോയത് ഓള് വിളിച്ച് കരഞ്ഞ്, ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് അറിയണില്ല, ഞങ്ങളിവിടെ ഒറ്റപ്പെട്ടിക്കാണ്, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, എല്ലാവരും വിളിച്ച് കരയാം, നേഹമുണ്ടക്കായാണ്, നേഹി ഇതന്നെ പറയണേ, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റണില്ലല്ലോ, ഞങ്ങളെ കൂട്ടുകാരത്തിമാർ അല്ലെങ്കിൽ ഞങ്ങളെ സന്തോഷം ഓരോ സന്തോഷം ഒരേ ഇതേക്കൂലേ, ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റണില്ല. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ബ്ലോക്കിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. വേദനകളും മനസ്സിനേറ്റ മുറിവുകളും പുതിയ അന്തരീക്ഷത്തിൽ നല്ല ക്ലാസ് ഓർമ്മകളിലൂടെ മറികടക്കാൻ ഒരുങ്ങുകയാണ് ഈ വിദ്യാർത്ഥികൾ. നഷ്ടപ്പെട്ടവരെ ഒരിക്കലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാനാകില്ല, പക്ഷേ നമുക്ക് അതിജീവിച്ചേ മതിയാകും. വിദ്യാർത്ഥികൾ പുതിയ പാഠങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ്, പഴയതെല്ലാം മറന്ന്. ക്യാമറമാൻ മനു ദാമോദരനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്. ബലാത്സംഗ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ ഇന്ന് പശ്ചിമബംഗാൾ നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ ബിൽ പാസാക്കുന്നതിനായാണ് 2 ദിവസത്തെ പ്രത്യേക സഭാ സമ്മേളനം ഇന്നലെ ചേർന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും. ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം തടവും ബലാത്സംഗ കൊലപാതക കേസുകളിൽ വധശിക്ഷയും ഉറപ്പാക്കുന്നതാണ് ബില്ല്. സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ബില്ല് കൊണ്ടുവന്നതെന്ന് BJP ആരോപിച്ചു. സഭയിൽ വിഷയമുയർത്താനാണ് BJPയുടെ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനത്തിനായി ഇന്ന് പുറപ്പെടും. ബ്രൂണയിലും സിംഗപ്പൂരിലും പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തും. ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സുൽത്താൻ ഹാജി ഹസൻ അൽ ബോൾക്കിയയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ബ്രൂണൈ സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആരംഭിച്ച് 4 പതിറ്റാണ്ട് പിന്നിട്ടെങ്കിലും ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. കോടതി തീരുമാനം വരും മുമ്പ് കോംട്രസ്റ്റ് ഭൂമിയിൽ പേ പാർക്കിംഗും കെട്ടിട നിർമ്മാണവും അനുവദിച്ച കോഴിക്കോട് കോർപ്പറേഷന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. കോർപ്പറേഷനും CPIM-ഉം ഒത്തുകളിച്ചാണ് അനുമതി നൽകിയതെന്ന ആരോപണം. ഇതിനെതിരെ കോൺഗ്രസും BJP-യും പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. അതേസമയം ആരോപണം അന്വേഷിക്കുമെന്ന് കോർപ്പറേഷൻ അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. 2018 ഫെബ്രുവരിയിൽ കോംട്രസ്റ്റ് ഏറ്റെടുക്കൽ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരുന്നു. ഈ ഭൂമിയുടെ കുറച്ചു ഭാഗങ്ങൾ വാങ്ങിയവർ അവകാശവാദവുമായി കോടതിയെ സമീപിച്ചു. കോടതി നടപടികൾ തുടരുന്നതിനിടയിലാണ് ഈ ഭൂമിയിൽ കോർപ്പറേഷൻ പേ പാർക്കിങ്ങിനും കെട്ടിട നിർമ്മാണത്തിനും അനുമതി നൽകിയത്. ഇത് കോർപ്പറേഷനും CPM-ഉം തമ്മിലുള്ള ഒത്തുകളിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഹൈക്കോടതി വിധി വരുന്നത് വരെ ഈ ഭൂമി കൈയേറാൻ പാടില്ല. മാത്രവുമല്ല, ഹൈക്കോടതിയിൽ സർക്കാർ അത് കൃത്യമായി ഈ ഭൂമി നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കണം. കോംട്രസ്റ്റ് തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഭൂമി കൈയേറ്റത്തിന് സർക്കാർ തുനിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് പ്രതിഷേധിക്കും. സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് നൽകിയാൽ സമരം തുടങ്ങുമെന്ന് BJP വ്യക്തമാക്കി. കോർപ്പറേഷന്റെ ഈ പുതിയ നടപടിയിൽ തൊഴിലാളികളും ആശങ്കയിലാണ്. തൊഴിലാളികൾ എങ്ങനെ ജീവിക്കുന്നുണ്ടെന്നുള്ള ഈ സർക്കാർ അറിയുന്നുണ്ടോ? ഈ വാങ്ങിയ ഭൂമി വാങ്ങിയ ആൾക്കാർ അറിയുന്നുണ്ടോ? പറയുന്നത് എന്താണ്, കേസുണ്ട്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന്. പക്ഷേ ഇവരിപ്പോൾ പണം ഈടാക്കിയല്ലേ, ഞങ്ങൾ തൊഴിലാളികൾ കഷ്ടപ്പെട്ട് ജീവിക്കുകയും ചെയ്യും. നേരത്തെ ഈ ഭൂമിയിൽ പേ പാർക്കിംഗ് തുടങ്ങിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിയിരുന്നു. 24 കോഴിക്കോട്. ജലവൈദ്യുത പദ്ധതികൾ കൂടുതൽ പ്രയോജനപ്പെടുത്തിയാൽ അമിത നിരക്കിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് ഒഴിവാക്കാമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചെറുകിട വൈദ്യുതി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് KSEBയുടെ തീരുമാനം. സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ജലവൈദ്യുത പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാനത്തെ അണക്കെട്ടുകളിലാകെ 3000 TMC വെള്ളമാണ് ശേഖരിക്കുന്നത്. ഇതിൽ ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനുമായി ഉപയോഗിക്കുന്നത് 300 TMC വെള്ളം മാത്രമാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി പറയുന്നു. ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയിലൂടെ 1 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ 15 പൈസയാണ് ചെലവ്. അതേ യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുമ്പോൾ 55 പൈസ നൽകണം. ജലവൈദ്യുതി പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കിയാൽ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വിതരണം ചെയ്യാൻ കഴിയുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നമുക്ക് ധാരാളം വെള്ളം ഉണ്ടായിട്ടും നമ്മൾ വേണ്ടത് ഉപയോഗിക്കില്ല. 3000 TMCയോളം വെള്ളം നമുക്കുണ്ട്. നമ്മൾ ഇറിഗേഷനും ഇലക്ട്രിസിറ്റിക്കും ഒക്കെ കൂടി 300 TMC ഉപയോഗിക്കുന്നു. ബാക്കിയുള്ളൊന്നും ഉപയോഗിക്കില്ല. നമുക്ക് സാധ്യതയുണ്ടായിട്ടും നമുക്ക് ഇപ്പോൾ ഇടുക്കിയിൽ 55 പൈസയാണ്. പക്ഷെ 4 ദിവസം മുമ്പ് നമ്മൾ മേടിച്ചത് 15 ഉറുപ്പിക്കാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികൾ പലതും മുടങ്ങാൻ കാരണം അനാവശ്യ വിവാദങ്ങളാണ്. ചെറുകിട വൈദ്യുതി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് KSEB ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതിനിടെ കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള സ്ഥലം കണ്ടെത്തുന്നതിനും KSEB പഠനം തുടങ്ങിയിരുന്നു. 24 ഇടുക്കി.
കടലിൽ മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വറുതിയിൽ. വലിയ പ്രതീക്ഷയോടെ കടലിൽ പോകുന്ന വള്ളങ്ങളിൽ പലതും നിരാശയോടെയാണ് മടങ്ങിയെത്തുന്നത്. ദുരിതം പേറുന്ന തൊഴിലാളികൾക്ക് ആശ്വാസമായി സർക്കാർ അടിയന്തര സഹായധനം അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പ്രധാന മത്സ്യബന്ധന മേഖലയായ ചാവക്കാട് തീരത്ത് ഒട്ടേറെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് മത്സ്യലഭ്യത കുറഞ്ഞതുമൂലം ദുരിതത്തിലായത്. തീരത്തുനിന്ന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ മടങ്ങിയെത്തുന്നത് നിരാശയോടെ. മീൻപിടിക്കാൻ പോകുന്നവർക്ക് ചെലവ് കാശ് പോലും കിട്ടുന്നില്ല. കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് മത്സ്യത്തൊഴിലാളി കെ ഷാഹുൽ ഹമീദ് പറയുന്നു. വരുന്നത് ചെറിയ മീനുകളാണ്. ഈ നിയമവിരുദ്ധമായി അത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് അതിനും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. മത്സ്യലഭ്യത കുറഞ്ഞതുമൂലം പകുതിയിലധികം തൊഴിലാളികളും കടലിൽ പോകുന്നില്ല. വിദേശ ട്രോളറുകൾ ആഴക്കടലിൽ നടത്തുന്ന മത്സ്യബന്ധനം മൂലം ചെറുവള്ളങ്ങൾക്ക് മീനുകൾ ലഭിക്കാറില്ലെന്ന് തൊഴിലാളിയായ MU കബീർ. മറ്റുള്ള സംസ്ഥാനത്തൊക്കെ ഒഴിവാക്കി വിട്ട് അന്യരാജ്യക്കാരാണ് ഇവിടെ മത്സ്യം വന്ന് പിടിക്കുന്നത്. ഫുൾ ടൈം പണിയിലാണ് അവരൊക്കെ, ഫുൾ ടൈം പണിയാണ്. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടെ കടം വാങ്ങി മറ്റും കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇപ്പോൾ ദുരിതമയമാണ്. സർക്കാർ അടിയന്തരമായി സഹായധനം അനുവദിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. 24 തൃശൂർ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തീയതി സർക്കാർ ഉടൻ പ്രഖ്യാപിച്ചേക്കും. തീയതി പ്രഖ്യാപിക്കും വരെ സമരപരിപാടികൾ തുടരാനാണ് വള്ളംകളി സംരക്ഷണ സമിതിയുടെ തീരുമാനം. പ്രഖ്യാപനം ഉടൻ ഉണ്ടായില്ലെങ്കിൽ വ്യാഴാഴ്ച പുന്നമടയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. ഈ മാസം 28-ന് വള്ളംകളി നടത്തണമെന്നാണ് വള്ളംകളി സംരക്ഷണ സമിതിയുടെ ആവശ്യം. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ച് 3 ആഴ്ച പിന്നിട്ടിട്ടും ജനപ്രതിനിധികൾ പോലും ചെറുവിരൽ അനക്കാതിരുന്നപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ രൂപം കൊണ്ട വള്ളംകളി സംരക്ഷണ സമിതി എന്ന കൂട്ടായ്മയ്ക്ക് സർക്കാർ തലത്തിൽ വരെ സമ്മർദ്ദം ചെലുത്താൻ സാധിച്ചത്. സമിതിയെ പ്രതിനിധീകരിച്ച് 25ഓളം വള്ളംകളി പ്രേമികൾ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു. കളിക്കാർ, ക്ലബ്ബുകാർ, വള്ളം സമിതിക്കാർ തുടങ്ങിയവരുടെ ബുദ്ധിമുട്ടുകൾ കളക്ടറോട് വിശദീകരിച്ചു. NBTR സൊസൈറ്റിയുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ജില്ലാ കളക്ടർ അടിയന്തരമായി തീയതി പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയാണ് സമിതിക്കുള്ളത്. ജലമേള സംഘടിപ്പിക്കുന്നതിന് ചുരുങ്ങിയത് 2 ആഴ്ചത്തെ മുന്നൊരുക്കം ആവശ്യമാണെന്ന് കളക്ടർ വ്യക്തമാക്കി. പന്തലിനും പവലിയനുമടക്കം ചെലവ് ഇരട്ടിയാകും. ചെയർമാൻ എന്ന നിലയിൽ NBTR യോഗത്തിൽ സമിതി അംഗങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യാമെന്ന് കളക്ടർ ഉറപ്പു നൽകി. വള്ളംകളി നടത്താത്തത് മൂലം ക്ലബ്ബുകൾക്ക് ഭീമമായ നഷ്ടമാണ്. ജില്ലാ കളക്ടർ യോഗം വിളിച്ച് അടിയന്തരമായി തീയതി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. 24 ആലപ്പുഴ. ഈ റിപ്പോർട്ടോടെ പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാവുകയാണ്.